പക്ഷെ റാമിനെ അറിയാം, നേരത്തെ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്. പക്ഷെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതിലെനിക്ക് വലിയൊരു അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഇങ്ങനെ കുട്ടികളെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിതിൻ പഠിച്ച ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മുൻ എക്സാമിനർ ഇപ്പോ രംഗത്ത് വന്നിരിക്കുകയാണ് ഡോക്ടർ റാമിനെതിരെ. നമ്മളെല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു നിമിഷമാണിത്. കുട്ടികൾ, ആ കോളേജിലെ മുമ്പ് പഠിച്ചു പോയ കുട്ടികളും ഇപ്പോൾ ഉള്ള കുട്ടികളും ഒക്കെ ഈ ഡോക്ടർ റാം എന്ന വ്യക്തിക്കെതിരെ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു അധ്യാപകനോ അധ്യാപികയോ ഈ വ്യക്തിക്കെതിരെ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്നൊരു ചോദ്യം കുറേ ആളുകൾ കമന്റ് ബോക്സുകളിൽ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ നിമിഷം. ഡോക്ടർ റാമിനെതിരെ ഒരു വ്യക്തി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ തുറന്നടിച്ചിരിക്കുകയാണ്. ഡോക്ടർ റാം എന്ന് പറയുന്ന അത്ര നല്ല മനുഷ്യനൊന്നും അല്ല, വെറും ചെറ്റയാണ്, വെറും ചെറ്റ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. കൂടാതെ കമന്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കണ്ടാൽ അതിലും ക്ലിക്ക് ചെയ്യുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ റാമിനെതിരെ അതേ കോളേജിലെ മുൻ എക്സാമിനർ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ അത് കേൾപ്പിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എനിക്കറിയാവുന്ന ആളുകളാണ്. സംഗീതമായിട്ട് എനിക്ക് അത്ര അടുത്ത ബന്ധമില്ല. പക്ഷെ റാമിനെ അറിയാം, നേരത്തെ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്. പക്ഷെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അതിലെനിക്ക് വലിയൊരു അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഇങ്ങനെ കുട്ടികളെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരുടെ കാര്യത്തിലൊക്കെ. നേരത്തെ ഇവരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും അത് പുറത്ത് പറയാൻ മടിക്കുകയാണ്. കുട്ടികൾ അവരൊക്കെ പല പൊസിഷനിലും എത്തിയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ഇപ്പം കുറച്ച് നേരത്തെ തന്നെ ഡൽഹിയിൽ നിന്നൊരു ഫോൺ വന്നു. ആ കുട്ടിയും ഇത് തന്നെയാണ് പറഞ്ഞത്. സാറിന് എത്ര വേണം, ഞാൻ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് മൊത്തത്തിൽ അയച്ചു തരാം, ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. അതായത് പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പോലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതെ, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് അറിയുക. കാരണം ഞാൻ ആ നിലക്ക് വളരെ അങ്ങനെ ഡീപ്പായിട്ട് ഡിഗ് ചെയ്യാൻ നിന്നിട്ടില്ല. പക്ഷേ ഇത് എൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ബൊമ്പാഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇൻഫർമേഷൻ. പിന്നെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമ്മളിലുണ്ടാക്കുന്ന, അധ്യാപകൻ എന്നുള്ള നിലക്ക് നമ്മളിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഗ്രീഫാണത്. അത് അറിഞ്ഞത് തൊട്ടിട്ട് വലിയ വിഷമമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ റാം എന്ന് പറഞ്ഞ അധ്യാപകനെ സാറിന് അറിയാലോ. അപ്പോൾ പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഓർത്തെടുക്കാൻ പറ്റും? ഇല്ല, അത് ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ചുള്ള ഇൻസിഡന്റ് ആയിട്ടായിരിക്കില്ല കുട്ടികൾ നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയിലായിരിക്കും ഈ കാര്യവും പറയുക. അപ്പോൾ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ എതിരെ എന്തോ പറഞ്ഞ കംപ്ലൈൻറ്റ് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഈ പരാമർശിക്കപ്പെട്ട വ്യക്തിക്ക് എതിരെയുള്ള കംപ്ലൈൻറ്റുകൾ ധാരാളം ഇപ്പോൾ എന്ന് മാത്രമല്ല മുമ്പും ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കേട്ടല്ലോ നിങ്ങൾ, ഒന്നോ രണ്ടോ അല്ല, ധാരാളം കംപ്ലൈൻറ്റുകൾ വന്നതായിട്ട് ഓർമ്മയുണ്ട് എന്നാണ് ആ കോളേജിലെ മുൻ എക്സാമിനർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു പോയിന്റ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഒരു കുട്ടി അവൻ സ്വയം ജീവൻ ഒടുക്കിക്കഴിഞ്ഞാൽ ഏതൊരു അധ്യാപകനാണെങ്കിലും സങ്കടം തോന്നും. പക്ഷേ റാമിനെ പോലുള്ള പരനാറികൾക്ക് ഒരു സങ്കടവും തോന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഒരു പെൺകുട്ടിയുടെ അമ്മ പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതായത് ഈ റാം എന്ന് പറയുന്ന വ്യക്തി, നമ്മുടെ നിതിൻ അവിടെ മരിച്ചു കിടക്കുമ്പോൾ പോലും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന്. ഒരു ഡിസ്ക്ലെയിമർ ഉണ്ടേ, തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു. കൊച്ചുകുട്ടികൾ അടുത്തുണ്ടെങ്കിൽ മാറ്റിയിരുത്തുക. ചില വാക്കുകൾ അൺകൺട്രോളബിൾ ആണ്. ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ എന്തും വിളിച്ചു പറയും, തെറികൾ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഒന്നുകിൽ ഹെഡ്സെറ്റ് വെക്കുക നിങ്ങൾ. കാരണം എന്തുകൊണ്ടൊരു ദേഷ്യം വരുന്നത് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലാകും. പോലീസുകാർ ഇത്രയും ഇതിൽ കൂടുതൽ തെളിവുകൾ വേണോ? പ്രിയപ്പെട്ട പോലീസുകാരെ, നിങ്ങളോടാണ്. ഇതിൽ കൂടുതൽ തെളിവുകൾ നിങ്ങൾക്ക് വേണോ? ആ കോളേജിലെ ഈ റാം എന്ന് പറയുന്ന അധ്യാപകനൊന്നും വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ആ മോൻ, അവൻ ഭൂലോക നാറിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ വല്ല തെളിവുകളും വേണോ? ആ വ്യക്തി പറയുന്നത് കേട്ടില്ലേ, ഡൽഹിയിൽ നിന്നും നേരത്തെ പഠിച്ചു പോയ കുട്ടികൾ ഉൾപ്പെടെ അവരുടെ അലൂമിനിയം ഗ്രൂപ്പ്, അതിൽ നിന്ന് വരെ ഡീറ്റെയിൽസ് എടുത്ത് തരാം ഇയാൾക്കെതിരെയുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മെയിൻ സ്ട്രീം ചാനലുകൾ വഴി പല കുട്ടികളും ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ, സീനിയേഴ്സ്,
എവിടെ പോയി ഇത്രയും ദിവസമായി നിങ്ങളെന്ന് എനിക്ക് അറിയത്തില്ല. പോട്ടെ, പെൺകുട്ടികളാണ് സംസാരിക്കുന്നത് മൊത്തം, അതിനൊരു കയ്യടി കൊടുക്കണം. പെൺകുട്ടികളാണ് സംസാരിക്കുന്നത് ഭൂരിഭാഗവും. നട്ടലില്ല അവിടെ ഉള്ളവന്മാർക്ക്, ഇന്ന് ഇതിൻ്റെയൊക്കെ ക്ലാസ് പഠിച്ചവന്മാർക്ക്. അറിയാത്തോണ്ട് ചോദിക്കുക. പെൺകുട്ടികൾക്കുള്ള ധൈര്യം അതിൻ്റെ ഒരു കുറച്ചെങ്കിലും നിനക്കൊക്കെ കാണിച്ചൂടെ? പെൺകുട്ടികൾ കാണിച്ചത്, അല്ലെങ്കിൽ പെൺകുട്ടികൾ തുറന്ന് കാര്യങ്ങൾ പറയുന്നതിന് അവർക്ക് നല്ല രീതിയിൽ ഒരു ക്ലാപ്സ് കൊടുക്കണം. അപ്ലോസ് ഫോർ ദം. പേടിച്ച് മാറി വീട്ടിൽ ഇരിക്കാൻ തോന്നുന്നു. ആണുങ്ങളുടെ വില കളയാൻ വേണ്ടിയുള്ള കുറെ മോന്മാര് മീശം വെച്ചിട്ടുള്ള കുറെ ഐറ്റങ്ങൾ അവിടെ കാണും. ഒരുത്തൻ സംസാരിക്കുന്നത് കേട്ടില്ല. ഏതോ അവിടുത്തെ സെക്രട്ടറിയോ ചെയർമാനോ ഏതോ ഒരു വ്യക്തി മാത്രം സംസാരിക്കുന്നതാണ് കേട്ടത്. ഇതിൻ്റെ ഒന്നും ക്ലാസ്സിലെ ഒരാൾ പോലും സംസാരിക്കുന്നത് കേട്ടില്ല. പോലീസുകാർക്ക് ഇതുപോലെ തെളിവ്. ഈ മറ്റേ ആപ്പല്ലോ, ലോൺ എടുത്തു ആപ്പിൽ നിന്ന്, അതിന്റെ പുറകെ ഈ പോകുന്നതിന്റെ ഇടയ്ക്ക് പറ്റുമെങ്കിൽ ഈ കാര്യങ്ങളും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ വിളിച്ച് ചോദ്യം ചെയ്യുന്നതിന് പകരം അറസ്റ്റ് ചെയ്യുക ഈ റാം എന്നൊക്കെ പറയുന്ന മകനെ. അവൻ കാരണമാണ് ആ പയ്യൻ ഇല്ലാതായതെന്ന് ഇവിടുന്ന് എല്ലാവർക്കും എൻ്റെ അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കാണുന്നവർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട്. മെയിൻ സ്ട്രീം ചാനൽസിലെ വാർത്തകൾ കാണുന്ന ആളുകൾക്ക് അറിയാം, കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇതിന്റെ വീട്ടുകാരെ വിടൂ. വീട്ടുകാർ ചിലപ്പോൾ പോലീസുകാർ പറയും അവർ വൈകാരികയുടെ പുറത്ത് വൈകാരികമായി കാര്യങ്ങൾ എടുക്കുന്നതുകൊണ്ട് അവരങ്ങ് പറയുന്നതാണെന്ന്. വിടൂ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മെയിൻ സ്ട്രീം ചാനൽസ് വഴി കാര്യങ്ങൾ കേൾക്കുന്ന, അതും ചാനലുകാർ നേരിട്ട് പറയുന്ന മാത്രമല്ല, അവിടെ ഇതിനെ അറിയാവുന്ന ആളുകൾ, കുട്ടികൾ, ഇപ്പോൾ ഒരു അധ്യാപകൻ, ഇവരൊക്കെ പറയുന്നതിനകത്തൊന്ന് മനസ്സിലായി കഴിഞ്ഞു അവൻ എന്തോരം ടോർച്ചർ അവിടെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് വലിയ കഥയൊന്നും ഇനി പോലീസുകാർ പറയാൻ നിൽക്കണ്ട. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗോൾഡൻ ലോണ് വിടത്, ഇനി അത് ഏക്കത്തില്ല. ഇനിയും ഇന്ന് കുറെ കുട്ടികൾ, അവിടെ പഠിക്കുന്ന കുട്ടികൾ, അവർ പല കാര്യങ്ങൾ പറയുന്നത് കേട്ടു. ചിലതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം, നിങ്ങൾ കേട്ടിരിക്കേണ്ടത് മാത്രം. ഫസ്റ്റ് ഇത് തന്നെ നിങ്ങൾ കേട്ടോ. എന്നെ ഒരു പ്രാവശ്യം ഞാൻ ഉത്തരം പറഞ്ഞപ്പോൾ പുള്ളിക്ക് കേൾക്കാനില്ലായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫുൾ ക്ലാസ്സിന്റെ മുന്നിൽ വെച്ചിട്ട് ആൾക്ക് എന്നെ, ഞാൻ ഒരു പെൺകുട്ടിയായ കാരണമായിരിക്കും എന്നെ അടിക്കാൻ പറ്റാത്തത്, ഒരു ചെറുക്കനെ വിട്ടിട്ട് എന്നെ ഇങ്ങനെ അടിച്ചു. എനിക്ക് ആ സമയത്ത് ചിരിച്ചു നിൽക്കേണ്ടി വന്നു, പ്രതികരിക്കാതെ. ആ ചെറുക്കന് നിസ്സഹായനാണ്. സംഗീത മാം കാസ്റ്റിസം പറഞ്ഞിട്ടുണ്ടെന്നില്ല, സംഗീത മാം അവിടെ നോക്കിക്കൊണ്ടിരുന്നു. പുള്ളിക്കാരിക്ക് HOD പറയുന്നത് സാർ അങ്ങനെ പറയരുതെന്ന് ചിലപ്പോൾ പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല, നോക്കിയിരുന്ന് കാണും. ബ്ലാക്ക് ടീ, വൈറ്റ് ടീ, കോക്രോച്ച്, പിന്നെ തിൻ, ലീൻ, ഫാറ്റി, ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് നമ്മളെ അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് അതിന് ജസ്റ്റിഫിക്കേഷനായി പറയുന്നത് നിങ്ങൾ ഡോക്ടേഴ്സ് ആവുന്നതല്ലേ, അപ്പൊ നിങ്ങൾക്ക് ട്രെയിനിങ് ആയിട്ടാണ് ഇത് തരുന്നത്. ഒരു ക്ലാസ്, ഒരു ബാച്ച് മൊത്തമാണ് പുള്ളിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത് ഈ ഒരു വർഷത്തിനുള്ളിൽ. നമ്മളുടെ അടുത്ത് വന്നിട്ട് റിലീജിയൻ ചോദിക്കാറുണ്ടായിരുന്നു, ആരൊക്കെ ക്രിസ്ത്യാനി, മുസ്ലിം, അത് ചോദിക്കലുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ കളറിന്റെ പേരിൽ അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ആള് ക്ലാസ് അല്ല എടുക്കുന്നേ. ഇതാണ് ആദ്യത്തെ 5 മിനിറ്റ് പോലില്ല, 1 മിനിറ്റ് ക്ലാസ് എങ്ങാനും വല്ലതും പറഞ്ഞാലായി. പഠിപ്പിക്കാനല്ല അവൻ അവിടെ വന്നോണ്ടിരുന്നത്, മനസ്സിലായില്ലേ? ആ പെൺകുട്ടി പറയുന്നതിനകത്തൊന്നും എനിക്ക് പിടികിട്ടിയതാ. പഠിപ്പിക്കാനല്ല അവൻ അവിടെ വന്നോണ്ടിരുന്നത്. അവൻ മതം, വർഗീയത, നിറം, പിന്നെ ഫാറ്റിയാണോ ലീനാണോ, ഇവരെയൊക്കെ അധ്യാപകൻ എന്ന് വിളിക്കാമോ? എനിക്ക് തോന്നുന്നില്ല, എനിക്ക് വിളിക്കാൻ താല്പര്യമില്ല. ആ പരമചറ്റയെ എനിക്കൊരു അധ്യാപകനായിട്ട് കാണാനും പറ്റുന്നില്ല. ആ പെൺകുട്ടി പറഞ്ഞത് നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടല്ലോ. അവൻ വിളിക്കുന്നത് കോക്രോച്ച്. ഇങ്ങനെയാണോ ഒരു അധ്യാപകൻ വേണ്ടത്? ഇവനെയൊക്കെ എന്തിനു അവിടെ വെച്ചോണ്ടിരിക്കുന്നു? ഒരു ഗവൺമെന്റ് സർവീസിലൊന്നും ഇവനെ അതിന്റെ ആവശ്യമേ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഇവിടുത്തെ നീതിപീഠം ചെയ്യണം. എടുത്ത് തൂത്ത് കളയണം ഇവനെയൊക്കെ. ഗവൺമെന്റ് സർവീസിലൊന്നും ഇരുത്തരുത് ഇവനെയൊന്നും. അകത്തിടണം പറ്റുവാണെങ്കിൽ. കണ്ടറിയാം നമുക്ക്. എനിക്ക് തോന്നുന്നില്ല അതൊന്നും ഇവിടെ നടക്കുമെന്ന്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോവാന്ന്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം ഇവനെ, വേണ്ടേ? എൻ്റെ അഭിപ്രായം അതാ, അറസ്റ്റ് തന്നെ ചെയ്ത് കൊണ്ടുപോകണം ഇവനെയൊക്കെ. ഇത്രയും കുട്ടികൾ വന്നിട്ട് അവൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് കൂടി എന്തിനാ? അവനെ അറിയാവുന്ന വേറൊരു അധ്യാപകൻ, അദ്ദേഹം വരെ പറയുന്നു കാര്യങ്ങൾ. പോലീസുകാരെ ഒന്നും കാണുന്നില്ലേ? എന്നിട്ടും ചോദ്യം ചെയ്യാനാ ഇനിയും കൊണ്ടുപോകുന്നതെന്ന്. സംഗീത മാം കേട്ടല്ലോ അവരെ പറ്റി പറയുന്നത്. അവരെല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതെ ചിരിച്ചോണ്ടിരുന്നു. അവര് പാവം, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന്. എന്നാ പിന്നെ ഇട്ടിട്ട് ഇറങ്ങി പോണം. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇവന്റെയൊക്കെ അടിമയായിട്ട് ഇവൻ പറയുന്നത് വൃത്തികേടുകൾ കേട്ടിരിക്കാനാണെങ്കിൽ ഇറങ്ങി പോണം, അല്ലേ? നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.
നമ്മളെ വിളിക്കുന്ന പേരടക്കം ബ്ലാക്കി, വൈറ്റി, കോക്രോച്ച്, ഫാറ്റ്, തിൻ, ലീൻ, ഒരു കുട്ടീനെ യു ലുക്ക് സോ തിൻ, ആർ യു ക്യാൻസർ പേഷ്യന്റ്, അതടക്കം പ്രിന്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പരാതി നേരത്തെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ ഈ കാര്യത്തിൽ? ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. ഈ കോളേജ് അധികൃതരൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെ ഒരു പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഫയൽ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം, പക്ഷെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഡോക്ടർ റാമിനെതിരെ മാത്രമായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാഫ് എന്തായിരുന്നു പരാതി? അതിനകത്ത് ആ പരാതിയുടെ ഫോട്ടോ കോപ്പി നമ്മൾ ഇന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മളെ വിളിക്കുന്ന പേരടക്കം ബ്ലാക്കി, വൈറ്റി, കോക്രോച്ച്, ഫാറ്റ്, തിൻ, ലീൻ, ഒരു കുട്ടീനെ യു ലുക്ക് സോ തിൻ, ആർ യു ക്യാൻസർ പേഷ്യന്റ്, അതടക്കം പ്രിന്റ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഫയൽ ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല, നമ്മൾ ഇന്ന് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ ഇവരിങ്ങനെ അധിക്ഷേപിക്കാൻ? എല്ലാവരെയും ഇങ്ങനെ അധിക്ഷേപിക്കാം? എല്ലാവരെയും അധിക്ഷേപിക്കും. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഈ കോളേജിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കുട്ടി നിതിൻ ആളുടെ അടുത്ത് താൻ പോടോ, താൻ തന്റെ പണി നോക്കി പോടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബാക്കി എല്ലാവരും കേട്ട് നിന്നിട്ടുണ്ട്. നിതിൻ മാത്രമാണ് നിതിൻ പ്രതികരിച്ചിരുന്നു, ഉറപ്പാണ്. അവൻ മരിക്കുന്നതിന്റെ തലേ ദിവസം ഞാൻ അവന്റെ ഫ്രണ്ടിനോട് കണ്ടപ്പോൾ ചോദിച്ചു, നിതിൻ എന്ത് പറയണോ, അവൻ എന്തായി എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അങ്ങനെ റാം സാറായിട്ട് എന്തോ പ്രശ്നമായി. അങ്ങനെ അവൻ പറഞ്ഞു, എനിക്ക് തന്നെ ക്ലാസ് നിൽക്കേണ്ട, എനിക്ക് ട്രെയിൻ ഉണ്ട്, ഞാൻ പോകുന്നു, അങ്ങനെ എന്തോ പറഞ്ഞു. അതിന്റെ ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ ഓഡിയോ ആണ് പുറത്ത് വന്നിട്ടുള്ളത്. കേട്ടല്ലോ നിങ്ങൾ. ഒരു ഡോക്ടറാണ്. അയാള് ഒരു അസുഖത്തിന്റെ പേര് പറഞ്ഞു പോലും കുട്ടികളെ എന്താ അവനെയൊക്കെ വിളിക്കണ്ടേ? അവനെ അധ്യാപകൻ, ഇടയ്ക്കിടയ്ക്ക് ഞാനത് പറയും, അവനെ അധ്യാപകനായിട്ട് കാണാനൊന്നും എനിക്ക് വയ്യ. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ചോദ്യം. നിതിൻ, ആ പയ്യൻ ഇയാൾക്കെതിരെ, ആ കോളേജിലാകെ ഇയാൾക്കെതിരെ സംസാരിച്ച, താൻ പോടോ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു നിതിൻ. ഇവനെയൊക്കെ പോടോ എന്നല്ല വിളിക്കണ്ട, വേറെയാ വിളിക്കേണ്ടത്, പോട്ടെ. അത് പറഞ്ഞ നിതിൻ, അല്ലെങ്കിൽ അവനെ പറ്റിയാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്, ലോൺ എടുത്ത് 10,000 രൂപ എടുത്ത് 18,000 ആയപ്പോഴത്തേക്ക് അവനങ്ങ് തീർന്നതാണ്. കഥയിറക്കല്ലേ. പോലീസുകാർക്കും ഇല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒക്കെ ഈ റാമിനെ അങ്ങ് രക്ഷിക്കണമെന്നുള്ളൊരിത് കാണും. അതിന് വേണ്ടിയിട്ട് ഇല്ലാത്ത സാധനം എടുത്തുകൊണ്ട് ജനങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങിയാൽ, ഇല്ലാത്ത സാധനമൊന്നല്ല, ഉള്ള സാധനം തന്നെ, പക്ഷെ അതിനകത്തോട്ട് ഇത്തിരി കൂടെ വെടിമരുന്ന് കയറ്റി അത് വേറെ രീതിയിലാക്കി ഇറക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല, ആരും മൈൻഡ് ചെയ്യത്തില്ല. എനിക്കതാ പറയാനുള്ളത്. അടുത്തൊരു പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടോ. ഇങ്ങനെ പല കുട്ടികളും കംപ്ലയിൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പം മരണപ്പെട്ട നിതിൻ്റെ അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ എന്താണെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ ജസ്റ്റിസ് കിട്ടുന്നവരെ ഞങ്ങൾ എല്ലാ ഡ്യൂട്ടിയും ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. എത്ര വരെ ബോയ്ക്കോട്ട് ചെയ്യാം? ഇതിന് ഒരു പ്രോപ്പർ ജസ്റ്റിസ് കിട്ടുന്നവരെ ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യാനാണ് പ്ലാൻ. ഞങ്ങളെല്ലാവരും ഇന്റേൺസും ഫൈനൽ ഇയർ വരെയുള്ള എല്ലാ സ്റ്റുഡൻസും ഡ്യൂട്ടിക്കും പോസ്റ്റിങ്ങിനും കയറുന്നില്ല എന്നാണ് തീരുമാനം. എന്താണ് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഉറപ്പ് വരണം, ലൈക്ക് നമുക്കും ഇവിടെ വോയിസ് ഉണ്ട് എന്നുള്ള കാര്യം, നമുക്കും ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം, ലൈക്ക് വി മാറ്റർ എന്നുള്ളൊരു കാര്യം. അപ്പം എന്താണ് അന്വേഷണം നടക്കട്ടെ, അത് തെളിവ് എല്ലാം പുറത്ത് വന്നിട്ട് എല്ലാം തെളിയട്ടെ. എന്നിട്ട് നമ്മൾ എന്താണ് അവർ തീരുമാനിക്കുന്നതനുസരിച്ച് ഞങ്ങൾ ഡ്യൂട്ടിയിലേക്ക് റിട്ടേൺ ചെയ്യും. എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല, പക്ഷെ ഞങ്ങൾ കുറേ ഇവിടെ കംപ്ലയിൻസ് കേട്ടിട്ടുണ്ട്. പേഴ്സണലി പ്രത്യേകിച്ച് ആ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു മോശാനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അവൾ പറയുന്നത് കേട്ടല്ലോ, ഒരുപാട് കംപ്ലയിൻസ് ഞങ്ങളിവിടെ കേട്ടിട്ടുണ്ട്. സീനിയറാണ് ആ കുട്ടി. ഇനി വേറൊരു കാര്യം, ഇപ്പോഴെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വന്ന് കാര്യങ്ങളൊക്കെ പറയാനൊരു മനസ്സ് കാണിച്ചല്ലോ, വലിയ നന്ദി അതിന്. ഇന്നലെയൊക്കെ ആയിട്ട് ആ പയ്യന്റെ ചടങ്ങുകൾ, മരണാനന്തര കർമ്മങ്ങളൊക്കെ നടന്നായിരുന്നു. ആ വീട്ടിലേക്കൊന്നും ഒരാളെ പോലും കണ്ടില്ല, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഒരാളെ പോലും ആ കോളേജിന്റെ ഭാഗത്തു നിന്ന് കണ്ടില്ലായിരുന്നു. കഷ്ടം. ഇന്ന് അറ്റ്ലീസ്റ്റ് പെൺകുട്ടികൾ മുന്നോട്ട് ഇറങ്ങിയല്ലോ, നല്ല കാര്യം. പക്ഷെ ഇത് എത്ര ദിവസം ഉണ്ടാകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്ന് രാവിലെ KSUവിന്റെ മാർച്ച്, ഇതായപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് SFIയുടെ മാർച്ച്, എത്ര ദിവസം ഉണ്ടാവും ഇതൊക്കെ? ആ പയ്യന് നീതി മേടിച്ചു കൊടുക്കുമോ ഇവിടുത്തെ പാർട്ടിക്കാര്? എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നേ ഇല്ല. എത്ര ദിവസം? കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവനൊക്കെ സുഖമായിട്ട് ഇറങ്ങി അവനൊക്കെ അടുത്ത പരിപാടിയും കൊണ്ട് വീണ്ടും കയറും, ഇല്ലേ എന്നാ എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ, കംപ്ലൈൻറ്റിൻ്റെ കാര്യം നിങ്ങൾ കേട്ടായിരുന്നല്ലോ. കംപ്ലൈൻ്റ് ഒക്കെ പലതവണ കൊടുത്തതാ, ഒന്നും നടക്കുന്നില്ല. പണ്ടൊരു പ്രിൻസിപ്പാളായിരുന്നു, അയാൾ പോയി ഇപ്പോൾ പുതിയൊരെണ്ണം വന്നു, രണ്ടും ഏതാണ്ടൊക്കെ കണക്കാം. ഇതിനെക്കൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ല.
പിന്നെ ഇതുപോലുള്ള കുറേ ഭ്രാന്തന്മാർ എച്ചോടികളായിട്ടിരിക്കുമ്പോൾ പിള്ളേരിങ്ങനെ പൊക്കോണ്ടേയിരിക്കും ജീവൻ മേപ്പോട്ട്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത് മുഴുവൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.